അതുപോലെ ജനകീയ രംഗത്തും പാർലമെന്ററി നിലയ്ക്കുമൊക്കെ തന്നെയും വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള KP ധനപാലൻ നമുക്ക് ലഭിച്ചത് വേറെ അനുഗ്രഹമാണ്. നമ്മുടെ നാടിന്റെ വികസന കാര്യത്തിൽ KP ധനപാലന് ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിയും. അത് അദ്ദേഹം തെളിയിച്ചതാണ്. നമ്മുടെ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് പൊതുവെയും നമ്മുടെ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിന് കല്ലേറ്റിക്കര ആളൂർ പഞ്ചായത്തിന് അതിന്റെ വികസനത്തിന് പ്രത്യേകിച്ചും പ്രിയപ്പെട്ട KP ധനപാലന്റെ സഹായം നമുക്ക് ലഭിച്ചു. ഈ നാടിനെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കുറെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനോഹരമായ റോഡുകളുടെ നിർമ്മാണം, അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾ, ഈ ആളൂർ ജംഗ്ഷന് നമ്മൾ കൊടുക്കുന്ന ജംഗ്ഷന്റെ ഡെവലപ്മെന്റിന് കൊടുക്കുന്ന 2 കോടി രൂപ, ഈ കല്ലേറ്റിക്കര പോളിടെക്നിക്കിന് നാം കൊടുക്കുന്ന 1 കോടി രൂപ, അതുപോലെ തന്നെ മഞ്ഞപ്പള്ളി കോളനിയും കൃഷിപ്രഭു കോളനിക്കും 1 കോടി രൂപ മുടക്കിക്കൊണ്ട് ദത്തെടുത്തത് തുടങ്ങിയ നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ പാതയിലേക്ക് നാം ഒരുമിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഐക്യ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് കൂടി സംസ്ഥാനം ഭരിക്കുന്നതുകൊണ്ടാണ്. ഇനിയും കൂടുതൽ വികസനം നടത്തുവാൻ പ്രിയപ്പെട്ട KP ധനപാലന്റെ സഹായം നമുക്ക് ലഭിക്കും. കേന്ദ്രത്തിൽ നിന്ന് സഹായം തരാൻ പ്രിയപ്പെട്ട KP ധനപാലന് കഴിയുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് KP ധനപാലൻ MP എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുമുള്ള നല്ല സേവനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ മുന്നേറാൻ കഴിയും. അതിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു വലിയ അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഊഷ്മളമായ സ്വീകരണം നടക്കുന്നു. ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള സ്ഥാനാർത്ഥി KP ധനപാലനെ ഞാൻ സ്നേഹാദരവോടെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 10-ാം തീയതിയാണ്. അടുത്ത 5 വർഷക്കാലം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള വാശിയേറിയ പോരാട്ടം ഇന്ത്യയിലാകമാനം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് 3ാം UPA ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവരാനുള്ള മത്സരമാണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണി തമ്മിലാണ് മത്സരം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 4 LDF-ഉം 16 UDF അതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സഭയ്ക്ക്. ഇത്തവണ 20-20 UDF ജയിക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും LDF-നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സമീപനമെന്ന് ഏതെങ്കിലും പ്രസ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും MP-മാർ ജയിക്കുമെന്നാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു, ആർക്ക് വേണ്ടി കൈവക്കുന്നു, അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആലോചിക്കാമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു നപുംസക രാഷ്ട്രീയം, നിശ്ചബോധമില്ലാത്ത രാഷ്ട്രീയം ഞങ്ങളിതാ ഈ രാജ്യത്ത് അധികാരം കിട്ടാൻ വേണ്ടിയാണ് കൊണ്ടുചോദിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്ദി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ എല്ലാ പ്രധാനമന്ത്രിമാരും 5 വർഷക്കാലം പൂർത്തിയാക്കിയാണ് രാജ്യം ഭരിച്ചിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം, മൊറാർജി ദേശായി ആയാലും IK ഗുജറാൾ ആയാലും ദേവഗൌഡ ആയാലും VP സിംഗ് ആയാലും എല്ലാവരും 10, 15, 20 മാസത്തിൽ കൂടി ഭരിച്ചത്. ഇവിടെ നമുക്ക് സുസ്ഥിരമായ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ വികസനം മുന്നോട്ട് പോകാൻ കഴിയൂ. തൃശൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങൾ മുന്നിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് പാർലമെന്റിൽ പോകാനുള്ള അവസരം കിട്ടില്ല. ഈ തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗവൺമെന്റിനെ അംഗീകാരമായി ഞാൻ കണക്കാക്കും. തോമസ് ഉണ്ണിയാടൻ MLA എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ തരങ്ങളിലും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ റോഡ് ഉൾപ്പെടെ ഈ ഉണ്ണിയാടന്റെ പുരോഗമന വികസന പ്രവർത്തനങ്ങളെ പ്രതീകമാണ്. അദ്ദേഹം കേരളത്തിലെ വികസനം നടത്തട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ കേന്ദ്രത്തിന്റെ വികസനം നടത്താൻ എന്നെയും കൂടി നിങ്ങൾ അനുവദിക്കണം. നമുക്ക് കല്ലേറ്റിക്കര റെയിൽവേ സ്റ്റേഷനുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. അതിന്റെ പ്രാധാന്യം ഇതുവരെ നമുക്ക് പൂർണ്ണമായി അതിനർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം എത്രയോ നാളുകളായി. തീർച്ചയായും ഒരു ജനപ്രതിയായി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം കൊണ്ട് പറയട്ടെ, കല്ലേറ്റിക്കരയിൽ
നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു പരിധി വരെ ഉയരാനും ട്രെയിൻ നിർത്താനും അവിടുത്തെ മൊത്ത ശോചാവസ്ഥ പരിഹാരം ഉണ്ടാക്കാനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ജയ് യു ഡി എഫ്.